റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും അത് അന്ത്യമില്ലാതെ തന്നെ തുടരുകയാണ്. പല രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിലും അതെല്ലാം പാളിപ്പോവുകയായിരുന്നു. ഇപ്പോഴും യുദ്ധം അവിടെ ഏറ്റവും അതിൻ്റെ കഠിനമായ അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത്. ആ ഒരു വേളയിൽ ഇപ്പോൾ നരേന്ദ്രമോദി യുക്രൈനിലെത്തുകയാണ്. അദ്ദേഹം പോളണ്ട്, യുക്രൈൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായിട്ടാണ് ഇന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര പുറപ്പെട്ടത്. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുൻപോട്ട് വയ്ക്കുമെന്ന് യാത്രയ്ക്ക് മുൻപായി നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി. മേഖലയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി പറഞ്ഞു. റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം. വെള്ളിയാഴ്ച 7 മണിക്കൂർ പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിലുണ്ടാകും. യുക്രൈനിലെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി ചർച്ച നടത്തും. യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും നരേന്ദ്രമോദി കാണും. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച വേണമെന്ന നിലപാട് നരേന്ദ്രമോദി ആവർത്തിക്കും. ഇന്ത്യയും പോളണ്ടുമായുള്ള സൗഹൃദത്തിന്റെ 70ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത്. 45 വർഷത്തിനിടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി. പോളണ്ടുമായുള്ള സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. വിവിധ തന്ത്രപ്രധാന കരാറുകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തുമെന്നും വിവരമുണ്ട്. നേരത്തെ ഈ മാസം 23-ന് പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പോളണ്ട് സന്ദർശിക്കുമെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. മൊറാർജി ദേശായിക്ക് ശേഷം 45 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷികം കൂടിയാണ് ഈ വർഷം. 2 ദിവസങ്ങളായി നടത്തുന്ന പോളണ്ട് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പോളണ്ടിന്റെ പ്രസിഡന്റ് ആൻഡ്രജ് ദുഡയുമായും രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യ തലസ്ഥാനമായ വാഴ്സോയിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വാഴ്സോയിൽ വിവിധ പരിസ്ഥിതി ശാസ്ത്രജ്ഞരുമായും വ്യവസായ പ്രമുഖരുമായും പ്രധാനമന്ത്രി സംവദിക്കും. പോളണ്ടിൽ നിന്ന് റെയിൽ ഫോഴ്സ് 1 എന്ന ട്രെയിനിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പ്രധാനമന്ത്രി യാത്ര തിരിക്കും. 10 മണിക്കൂർ നീളുന്നതാണ് ഈ യാത്ര. 2022-ൽ റഷ്യ യുക്രൈൻ നേരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 30 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. അടിസ്ഥാന മേഖലയിലെ വികസനം, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രതിരോധം തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ചു പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ചർച്ച നടത്തുമെന്നാണ് വിവരം. റഷ്യ സന്ദർശനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം റഷ്യ സന്ദർശിച്ചത്. ഈ വർഷം ജൂണിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചകളിലൂടെയും നയതന്ത്ര തലത്തിലും സംഘർഷം സമാധാനമായി പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം റഷ്യയിലും സന്ദർശനം നടത്തിയിരുന്നു. അന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനെ മോദി ആലിംഗനം ചെയ്തതിൽ യുക്രൈൻ അതൃപ്തി അറിയിച്ചിരുന്നു. പുടിനുമായി മോദി നടത്തിയ ചർച്ചയ്ക്കിടെ യുക്രൈൻ സംഘർഷവും അന്ന് ഉയർന്നു വന്നു. യുക്രൈൻ സംഘർഷത്തിന് പരിഹാരം യുദ്ധഭൂമിയിൽ സാധ്യമല്ലെന്നും ബോംബുകൾക്കും തോക്കുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിൽ സമാധാന ചർച്ചകൾ വിജയിക്കുന്നില്ലെന്നും മോദി പുടിനോട് പറഞ്ഞു. ഉക്രൈൻ പ്രതിസന്ധിക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ സഹായിച്ചതിന് പ്രധാനമന്ത്രി മോദിയോട് പ്രസിഡന്റ് പുടിൻ നേരത്തെ നന്ദി അറിയിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലെ സംഭാവനകൾ പരിഗണിച്ച് ജൂലൈ 9-ന് മോദിക്ക് പ്രസിഡന്റ് പുടിൻ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തലൻ പുരസ്കാരം ഔദ്യോഗികമായി സമ്മാനിച്ചു. 2019-ലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഫലപ്രദമായ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഓസ്ട്രിയയിലേക്കും പുറപ്പെട്ടിരുന്നു. ഈ സമയത്തും ഊർജ്ജം, വ്യാപാരം, ഉൽപാദനം, രാസവളം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ഇരു രാജ്യങ്ങളും ചർച്ചയും ചെയ്തു. അതേസമയം ഇപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ്. 2022 ഫെബ്രുവരി 24-ന് തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധം അനിശ്ചിതമായി തുടരുമ്പോൾ യുക്രൈനിൽ ജീവൻ നഷ്ടമായത് 45,000-ലധികം ആളുകൾക്കാണ്. ദശലക്ഷങ്ങളോളം വരുന്ന യുക്രൈൻ ജനത തങ്ങളുടെ രാജ്യത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടു. പണപ്പെരുപ്പം വർദ്ധിച്ച് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയാകെ കീഴ്മേൽ മറിഞ്ഞു. തങ്ങളുടെ പക്ഷത്ത് കൊല്ലപ്പെട്ടത് 40,000-ഓളം പേരാണെന്നാണ് റഷ്യ മുൻപോട്ട് വയ്ക്കുന്ന കണക്കുകൾ.
യുക്രൈനെ നിരായുധീകരിക്കുക, നാസികളിൽ നിന്ന് മോചിപ്പിക്കുക, കിഴക്കൻ അതിർത്തിയിലെ റഷ്യൻ വിഘടനവാദികളുടെ കേന്ദ്രമായ ഡോൺബാസിലെ വംശഹത്യയ്ക്ക് പകരം ചോദിക്കുക, യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക ഇവയായിരുന്നു യുക്രൈന് നേരെയുള്ള അധിനിവേശത്തിന്റെ പുതിയ കാരണങ്ങൾ. സൈനിക നടപടികൾ പ്രഖ്യാപിക്കുമ്പോൾ യുക്രൈൻ എളുപ്പത്തിൽ പിടിച്ചുകെട്ടാമെന്നായിരുന്നു പുടിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അപ്രതീക്ഷിതമായി യുക്രൈൻ സൈന്യം റഷ്യയെ ചെറുത്തുനിന്നു. അത് ഇപ്പോഴും തുടരുകയാണ്.